ഹായ് ഫ്രണ്ട്സ്. ഹായ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഖത്തർ എയർപോർട്ടിലാണ്. ഞങ്ങൾ ഒരുമിച്ച് വെക്കേഷന് നാട്ടിൽ പോകുന്നൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ തണുത്ത് പറിച്ച് നല്ല തണുപ്പാണ്. തണുപ്പൊക്കെ 3 മണി എഴുന്നേറ്റ് ഇവിടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങുന്നൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ബാക്കി വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത്. എയർപോർട്ടും അതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നേരെ വീഡിയോയിലേക്ക് പോകാം. അതെ, ഒരു പ്രശ്നം എന്ന് പറയും, നമുക്ക് രണ്ടുപേർക്കും നല്ല വെയിറ്റ് കൂടുക. അവിടെ ചെന്ന് കഴിയുന്നുണ്ടെങ്കിൽ കാല് പിടിച്ചിട്ടാണ് ഉള്ളിൽ കയറാൻ. അത് തന്നെ ഒരു കരച്ചിലും വെള്ളം ഉണ്ട്. ഇപ്പോൾ കാപ്പടെ കൊണ്ടുപോകാൻ പറ്റുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 30+7 ഞങ്ങൾ എൻ്റെ കയ്യിലുള്ളത് 33 കിലോ ഉണ്ട്. അപ്പോൾ എല്ലാം 40 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ മുന്നിൽ പൊളിയാ, ഞാൻ പോയി സീറ്റ് പിടിക്കാം. ഞാൻ വിചാരിച്ചെന്നറിയോ ആ സാധനം കൈ കിട്ടുമെന്ന് വിചാരിച്ചു. എന്തായി ടിക്കറ്റ് മേടിക്കും. ഒന്നെടുത്ത് എല്ലായിടത്തും ഒന്നെടുത്ത് ഒന്ന് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയാ. ഒന്നെടുത്ത് രണ്ടാക്കിയാലോ. അങ്ങനെ നമ്മുടെ എമിഗ്രേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഡ്യൂട്ടി ഫ്രീ നമുക്ക് ചെറിയ 1-2 കുപ്പിയൊക്കെ മേടിച്ചു. നല്ല ചെറിയ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ടെൻഷനായിരുന്നു. എനിക്കങ്ങ് എനിക്ക് കുറച്ച് വെയിറ്റ് കൂടുതലായിരുന്നു. കാല് പിടിച്ചിട്ട് അവസാനം കയറ്റി വിട്ടിട്ടുണ്ട്. എൻ്റെ അങ്ങനെ ആദ്യം ഭാഗ്യം കൊണ്ട് കഴിച്ചിലാക്കി. ഇനി നമുക്ക് പോകാൻ പോകുന്നത് നമ്മുടെ ഖത്തർ എയർപോർട്ടിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലത്തോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറച്ച് സമയമുണ്ട്, അത് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഖത്തറിൻ്റെ എയർപോർട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടാ തുറക്കുന്നത്. ഇങ്ങനെ വീഡിയോ. അപ്പോൾ നമ്മളത് വലിയ വെള്ളച്ചാട്ടത്തിൽ കയറ്റുന്ന പോലെ. അത് തന്നെ ചുറ്റിനും ഭയങ്കര വെള്ളച്ചാട്ടം. ഓക്സിജൻ ഏരിയ കവറാണ് പോകുന്നത് അല്ലേ? ഫുൾ കവറാണ്. പക്ഷേ വെട്ടം വരും. അത് ഗ്ലാസ് മാതിരി ഇല്ലേ, ട്രാൻസ്പെറൻ്റ്. എല്ലാം ഒറിജിനൽ ചെടിയാണെന്ന് ഓർക്കോ. എല്ലാം ഒറിജിനലാണ്. ഇവിടെ കിളികളൊക്കെ ഇല്ല, നോക്ക് ചെടി നോക്ക്. ആ ദൂരം അവിടെ വെള്ളം വീഴുന്നുണ്ടതാ. കല്ല് ഒറിജിനൽ കല്ല. ഇതൊക്കെ നമ്മൾ ഇഷ്ടംപോലെ നടക്കും. ഒരു ഫോട്ടോ എടുത്തല്ലോ, ഒരു ഫോട്ടോ എടുത്തല്ലോ. ഓക്കെ, അപ്പോൾ രാവിലെ ഇതാ ഈ മോയ്സ്ചർ അല്ലേ, അല്ലേ മോയ്സ്ചറൊക്കെ ഇങ്ങനെ വിട്ട് നല്ലൊരു ആ മോർണിംഗിൻ്റെ ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് കിട്ടുന്നു. സെൻറ്ററിൽ നിൽക്കുന്ന ഒരു പാലമരമാണ് നോക്കി, വലിയൊരു പാലമരം. അതുപോലെ തന്നെ ഇവിടെ കുറേ ശബരിമലയിലൊക്കെ വിരി വെച്ച പോലെ കുറേ ആൾക്കാർ ഇവിടെ കിടപ്പുണ്ട്. ഇടത്താവളം പോലാണ് ഇവിടെ കുറേ പേര് കിടപ്പുണ്ട്. ഇപ്പോൾ സായിപ്പന്മാരാണെന്നുള്ളതാണ്. ഇവരൊക്കെ എവിടെ ദൂര സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ളതായിരിക്കും അല്ലേ. 9-8 മണിക്കൂറൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഇവർക്കുണ്ട്. അടിപൊളി ശരിയായിരുന്നു. ഹായ് ബേബി, മോർണിംഗ്. കുടിക്കാഞ്ഞല്ലോ ആന്തൂരി അല്ലേ. വലിയ ആൾക്കാരുടെ ഈ ഇതിലിടങ്ങുന്ന ആൾക്കാരുടെ ഈ കിളികളുടെ സൗണ്ട് ഉണ്ട് ആർട്ടിഫിഷ്യലായിട്ട് ഇവരിങ്ങനെ ഒരു സ്പീക്കർ വഴിയൊക്കെ കേൾക്കും. നമ്മൾ വിചാരിക്കും ഇവിടെ ചെറിയ ഇതൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ മഞ്ഞ്, ക്രിസ്മസിന്റെ മഞ്ഞായിരുന്നു. ഇതുവഴി നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ കാണാൻ പറ്റും. കാണുന്നില്ല. ഒന്നുമില്ല, ഇതിനകത്തൊരു വീഡിയോ ചെയ്തേക്കുക. ആ വീഡിയോ നമ്മൾ നോക്കുന്നുണ്ട് ഇങ്ങനെ മഞ്ഞൊക്കെ വീഴുന്നൊരു സ്ഥലത്ത് നോക്കി. അതിൽ ക്യാമറ കാണിച്ചു നോക്കിയാൽ ക്യാമറ കാണിച്ചു നോക്കിയാൽ ഹലോ ക്യാമറയ്ക്ക് അടുത്ത് കാണിക്കാം. ഇതാ സംഭവം. ഞാൻ റിവ്യൂ നോക്കിയാൽ കാണുന്നു. അപ്പോൾ നമ്മളെ
ഈ വനത്തിന്റെ ഏറ്റവും മുകളിൽ കൂടെ നടക്കുന്നത്. വനത്തിന്റെ ഏറ്റവും മുകളിൽ കൂടെ നടക്കുന്നത്. അതെ, മരത്തിന്റെ മേളിൽ ചെന്ന്. മരത്തിന്റെ മുകളിലാണ്. നമുക്കെല്ലാം അറിയാവുന്ന മരങ്ങളാണ് ഈ വാഹയാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. നോക്കിയാ അത് തന്നെ അല്ലേ, വാഹമരം. അതുപോലെ ഈ മരം എനിക്ക് എവിടെ നട്ടാലും കിളിക്കുന്നു, അതായിരിക്കും അതിന്റെ ഒരു പ്രത്യേകത. പക്ഷെ ഒന്നിനും പോകുന്നു. ഇന്ന് മാത്രം മരം ഉണ്ടോ നോക്ക്, പറയുന്നുണ്ട് താഴോട്ട് നോക്ക്. എല്ലാരും എല്ലാം വെച്ച് വെച്ച് പോയിട്ടുണ്ട്. അതെ അതെ അതെ, ഇത് നടക്കാൻ നല്ല രസമുണ്ടല്ലേ. വളരെ രസമുണ്ട്. ഇവിടെ നിന്ന് എടുക്കണം, ഇവിടെ നല്ല വ്യൂ ആയിട്ട് കിട്ടുമല്ലോ. അത് ഇവിടെ താഴെ നമ്മൾ പോയതുണ്ട്, ഇത് താഴെ നമ്മൾ പോയത്. ഈ ഇതിലൊരു കിളി ഇരിക്കുന്നുണ്ട്, മരകൊത്തിയ. നല്ല രസമുണ്ട് എന്തായാലും. അടിപൊളി. എയർപോർട്ട് വന്ന് ബോറടിക്കുന്നത് എങ്ങനെ കറക്കം കറങ്ങാമെങ്കിൽ സെറ്റപ്പാ. പറയുന്നത് ഈ എയർപോർട്ട് എന്ന് പറയുന്നത് വേൾഡിലെ നമ്പർ 1 എയർപോർട്ടാണ് ഖത്തർ എയർപോർട്ട്. ഖത്തർ ഹമ്മദ് എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ സെക്കൻഡ്, അതായത് ഒരു പ്രാവശ്യം നമുക്ക് ഇവിടെ വേറെ ഒരു രാജ്യത്തിന് കിട്ടിയില്ലടാ, സിംഗപ്പൂർ അല്ലേ. ഈ വർഷം കിട്ടിയിരിക്കുന്നത് ഖത്തറിനാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും, ഈ ഒരു ഭാവം ഉള്ളത് കൊണ്ട് അതിന് ഏറ്റവും നല്ല അവാർഡ് കിട്ടിയിരിക്കുന്നത്. കാരണം ഈ നാച്ചുറലായിട്ടുള്ള പ്ലാനറ്റുകളും അതുപോലുള്ള കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് ആണ് ഇങ്ങനത്തെ അവാർഡ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഒരു വെറൈറ്റി ഫീൽ അല്ലേ നമ്മള് ഇത്തിരി സമയമൊക്കെ ഉണ്ടെങ്കിൽ. അതെ അതെ അതെ, നമുക്കിവിടെ കുറച്ചു നേരമൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ടെൻഷനൊക്കെ മാറി മൈൻഡ് കൂളാവും. അപ്പൊ ഇതാണ് നമ്മുടെ ട്രീ പ്ലേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പോകാനുള്ളത് C88 ഇനി നമ്മൾ താഴോട്ട് പോകണമായിരിക്കും അല്ലേ? അല്ല, നേരെ മേളിൽ കൂടെ പോകാൻ പറഞ്ഞു. എങ്ങനെ വന്ന പോലെ തന്നെ പോയിട്ട് ഇങ്ങോട്ട്. കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ കിരൺ വന്നു, കുമാർ വന്നു, എല്ലാവരും വന്നിട്ടുണ്ട്. പാട്ട് നിർത്തണം. അപ്പം അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്, കൊച്ചിയിലെത്തി. ഇനി നേരെ എവിടെയും പോയി എന്തെങ്കിലും കഴിക്കണം.